തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോഴും ഒരു പരിധി വരെ നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുന്നു, വേറെ ആരോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അതിനകത്ത് ഒരു സംശയവും ഇല്ല. അത് കഴിഞ്ഞ് ഗിരിജ മാം, ഞാൻ ഈ കുറേ നാളുകളായിട്ട് പ്രത്യേകിച്ച് ഈ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടുകൂടെ ആയിരിക്കാം ഒരുപാട് പേർക്ക് ഈ കൂടോത്രം അല്ലെ ബ്ലാക്ക് മാജിക് ഏറ്റവർ, പ്രേതബാധ ഏറ്റവർ അല്ലെ പ്രേതബാധ ഉള്ളവർ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നക്കാരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്തൊരവസ്ഥയാണെന്ന് വെച്ചാൽ അന്ന് വരെ കണ്ടിരുന്ന വ്യക്തിയായിരിക്കില്ല, പിന്നെ അവർക്ക് തന്നെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവരെന്താ ചെയ്യുന്നത്. അവരിപ്പം ഉള്ള അവസ്ഥയിലല്ല, കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മൂഡ് ചേഞ്ച്, മൂഡ് ഡിസോർഡേഴ്സ്, പ്രശ്നങ്ങളുണ്ടാക്കുക, കളവ് ചെയ്യുക, കള്ളം പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേറെ രീതിയിൽ ഹനിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ പറ്റിയ ഈ വ്യക്തിക്ക്. പക്ഷെ പലർക്കും തിരിച്ചറിയാതെ പോകുന്നവരും ഉണ്ട്. അപ്പം ഇങ്ങനെ പ്രശ്നം വന്നവർക്ക് സ്വയം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് പ്രേതബാധ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൂടോത്രം ഏറ്റിട്ടുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ശാരീരികവും മാനസികമായിട്ടൊക്കെ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിക്കെന്തോ ഒരു സംഭവം എൻ്റെ ബോഡിയിൽ, എൻ്റെ മനസ്സിലൊക്കെ എന്തോ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ല എന്നുള്ളത് സ്വന്തമായിട്ട് മനസ്സിലാക്കി അങ്ങനെ വരുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ കൂടുതലാകുമ്പോൾ ഇത് കൂടുതലും മാനസിക രോഗത്തിലേക്ക് നയിക്കുന്നതാണ്. കൂടുതലും ബാധാദോഷങ്ങളാണെങ്കിലും നെഗറ്റീവ് എനർജി ആണെങ്കിലും എല്ലാം കൂടുതലും മാനസികമായിട്ടുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നതും, പിന്നെ അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട്, രോഗങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ബാധാദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കഴിയുമ്പോഴേ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും എനിക്കിങ്ങനെ കുഴപ്പമുണ്ടെന്ന്? വരുന്നതിൻ്റെ അന്ന് തന്നെ അറിയാൻ പറ്റും. ശരിക്കും നമ്മളെപ്പോഴും അതിനാണ് പറയുന്നത്, നമ്മളെപ്പോഴും മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതായിട്ട് ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ വെറുതെ മെഡിറ്റേഷൻ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഭാഗം ശുദ്ധമാണോ, അവിടെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയുടെ ഇടപെടലുള്ള സ്ഥലമാണോ എന്നൊക്കെ അതിനാണല്ലോ പണ്ടേ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ലക്ഷം രൂപ ചിലവാക്കി ഒരു വീട് വയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നമ്മളൊരു പൂജ കഴിച്ച് സ്ഥലരക്ഷയൊക്കെ സ്ഥാപിക്കാൻ പലർക്കും മടിയാണ്. അതിന് വെറുതെ അതൊരു പൈസ ചിലവല്ലേ എന്നാണ്. പക്ഷേ അത്രയും ശുദ്ധമാക്കി വെച്ച വീടിനകത്തേ നമുക്ക് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൈസ പോകുന്നു എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും എക്സ്പെൻസാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഒരു പൂജ നടത്തണമെങ്കിൽ പോലും എത്രമാത്രം പൂ വാങ്ങിക്കേണ്ടി വരും അല്ലേ? ഒരു ഹോമം ചെയ്യണമെങ്കിൽ എത്രമാത്രം സമിത്തുക്കൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ചമതകൾ വാങ്ങിക്കാൻ ഒരു കഷ്ണത്തിന് പോലും ചാലയിൽ 8 രൂപയാണ്. ഒരു ചമത കഷ്ണത്തിന് 8 രൂപയാണ്. അത് പ്രത്യേക രീതിയിൽ ഒരു ചാൺ നീളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കഷ്ണങ്ങളാണ് ചമത കഷ്ണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും വിലയാണ്. ഇന്നത്തെ കാലത്ത് എന്തിനാണ് വിലയില്ലാത്തത്? എല്ലാത്തിനും വിലയാണ്. പിന്നെ നെയ്ക്ക് വിലയാണ്, അതുപോലെ ഹോമിക്കാനുള്ള ഹോമദ്രവ്യങ്ങൾക്ക് എല്ലാത്തിനും വിലയാണ്. അപ്പോൾ അതനുസരിച്ച് പൂജയുടെ കോസ്റ്റ് കൂടും. പക്ഷെ പൂജയുടെ കോസ്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ അതൊരു കാരണമല്ല. നമുക്കിപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടുന്നുണ്ട്, പക്ഷെ നമ്മൾ ബിൽഡിംഗ് വെക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതിനൊരു സംരക്ഷണവും കൂടെ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിക്കോട്ടെ ഇല്ലതായിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ അച്ഛനും അമ്മമാരും താമസിക്കുന്ന സ്ഥലമാണ്. അത് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. അത് അറിയാവുന്നവരെ കണ്ടെത്തി എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നില്ല എന്നേ ഞാൻ ചോദിക്കുള്ളൂ. ചിലർ പറയാറുണ്ട് ഇങ്ങനെയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അല്ല എനിക്ക് അതുകൊണ്ട് ഗുണം നന്നായിട്ട് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതായിരിക്കുമോ? തീർച്ചയായിട്ടും ഉള്ളതായിരിക്കും. അത് എല്ലാവർക്കും പൂജയുടെ ബെനിഫിറ്റ്സ് കിട്ടണമെന്നില്ല. കാരണം ജാതകദോഷം ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതകഭംഗം എന്ന് പറയുന്നൊരു ദോഷത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവർക്ക് അമ്പലത്തിൽ പോയാലും പൂജ കഴിച്ചാലും ഒന്നും ഒരു റിസൾട്ടും കിട്ടത്തില്ല. പിന്നെ ചില ആൾക്കാർക്ക് സ്വന്തം നക്ഷത്രം പോലും അറിയാത്തവരുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള കൊച്ച് ജനിച്ചപ്പോഴാണ് ഇവിടെ ഈ കൊച്ച് ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ അമ്പലത്തിൽ ദീപാരാധനയുടെ മണിയടി കേട്ടപ്പോഴാണ് ഇവിടെ കുഞ്ഞ് ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള കൊച്ചു ഉദാഹരണങ്ങൾ ആ കൊല്ലം എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ വീടിനടുത്തുള്ളൊരു വയസ്സായൊരമ്മ വന്നിട്ട്, അവരെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, മോളെ എൻ്റെ മോനൊരു ജാതകം എഴുതി, പേര് പറയണില്ല കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരന്, ഒരു ജാതകം എഴുതി തരാമോ? ഇവരടുത്തൊക്കെ ആരടുത്ത് പറഞ്ഞിട്ടും ജാതകം എഴുതി തരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെന്ത് പറ്റി? അച്ഛനുണ്ട്, അമ്മാവന്മാരുണ്ട്, ബ്രദറുണ്ട്,
ഇവരാരും ജാതകം എഴുതി കൊടുത്തില്ല. അങ്ങനെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലമ്മേ, ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ വിശദാംശങ്ങളൊക്കെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു. എന്തോ വിശദാംശങ്ങളാണ് മോളെ. അക്കൊല്ലം ഞങ്ങളുടെ അവിടെ ഒരു തറവാടുണ്ട്. ആ തറവാട്ടിലെ പ്ലാവയിൽ അടിമുടി ചക്കയായിരുന്നു. അടിമുടി ചക്കയായിരുന്നു വെച്ചാൽ അവർക്ക് അത്രേ അറിയുള്ളൂ പറഞ്ഞു തരാൻ. അക്കൊല്ലം ആ പ്ലാവിൽ ഒരുപാട് ചക്ക പിടിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പം അവിടുത്തെ പ്ലാവിൽ ആ കൊല്ലം എത്ര ചക്ക പിടിച്ചു എന്ന് നമുക്കറിയാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണ് ഇവർ എഴുതി കൊടുക്കുന്നത്? അവർക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ? അത് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ജനിച്ച സമയം അറിയത്തില്ല. എപ്പോഴാണ് ജനിച്ചത്? അമ്പലത്തിൽ ദീപാരാധന നടന്നപ്പോഴാണ് ജനിച്ചത്. ഞാൻ പ്രസവിച്ച സമയത്ത് അമ്പലത്തിൽ ദീപാരാധന നടക്കുകയാണ്. അമ്പലത്തിൽ ദീപാരാധന ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച്, പൂജയുടെ വിശേഷങ്ങളനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അമ്പലത്തിൽ ചില പ്രത്യേകതകളനുസരിച്ച് ചെറിയ ചേഞ്ചൊക്കെ വരാറുണ്ട് ചില പൂജകൾക്കൊക്കെ. അപ്പം ഏത് ദിവസമാണെന്ന് നമുക്കറിയില്ല, ഏത് മാസമാണെന്ന് പറയാൻ അവർക്കറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ജാതകം എഴുതി കൊടുക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ അടുത്തുള്ളവരാരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടൊക്കെ ജനന സമയമൊക്കെ നിശ്ചയിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രമാണെന്ന് നിശ്ചയിച്ചിട്ട്, ഉദാഹരണത്തിന് ഉത്രാടത്തിനും ഊന്ന് എഴുതിയേക്കും, ഉത്രത്തിനും ഊന്ന് എഴുതിയേക്കും, ഊന്ന് തന്നെ എഴുതും ജാതകത്തിനകത്ത്. അതുപോലെ പൂരാടത്തിനും പൂന്ന് എഴുതി വയ്ക്കും. അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും അങ്ങനെയാണ്. പുണർദത്തിനും പൂന്ന് എഴുതി വയ്ക്കും. മനസ്സിലായില്ലേ? പൂരം നക്ഷത്രത്തിന് പൂന്ന് തന്നെ എഴുതും. അപ്പം നമ്മൾ നോക്കാൻ അറിയാൻ വയ്യാത്തവർ നോക്കിയാൽ ഒരിക്കലും ഏത് നക്ഷത്രമെന്ന് അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതും ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? ഈ മാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, കൂടോത്രമാണെങ്കിൽ പ്രേതബാധന തുടക്കത്തിലാണെങ്കിൽ അറിയാൻ പറ്റും എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ അറിയാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോഴും ഒരു പരിധി വരെ നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുന്നു, വേറെ ആരോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അതിനകത്ത് ഒരു സംശയവും. അത് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും പിന്നെ കൂടുതലാവും തോറും അവർക്ക് ഒരു പരിധി വരെ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു തീവ്രമായ പ്രേതബാധയാണെങ്കിൽ ചിലപ്പം ആ പ്രേതബാധ കൂടുന്ന സമയത്ത് മാത്രമേ അവർക്കത് അറിയാൻ പറ്റുള്ളൂ. തന്നിലേക്ക് എന്തോ ഒന്ന് പ്രവേശിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു മനസ്സിനൊക്കെ ഒരു പിടപ്പുണ്ടാവും, പിന്നെ പെട്ടെന്ന് പേടിയുണ്ടാവും, പിന്നെ ആങ്സൈറ്റി ആയിരിക്കും. പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗിയായിട്ടങ്ങ് മാറുവാണ്. ചിലർ ഡിപ്രഷനിലേക്ക് മാറും, പിന്നെ ഒന്നും സംസാരിക്കത്തില്ല, മിണ്ടാതെ ഒരിടത്ത് ഒതുങ്ങി കൂടിയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കൊച്ചിന് ഇന്ന പ്രശ്നമുണ്ട്, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും കൂടോത്രം ഏറ്റ വ്യക്തിയും അല്ലെങ്കിൽ പ്രേതബാധ ഏറ്റ വ്യക്തിയും ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരിക്കും? ആ ലക്ഷണങ്ങൾ. ഈ കൂടോത്രം ഏറ്റ വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് മാനസിക രോഗം വരുന്നത് വളരെ പതുക്കെ ആയിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. കൂടോത്രം ഏറ്റവർക്ക് അവർക്ക് കൂടുതലും രോഗസാധ്യതകൾ, കടസാധ്യതകൾ, ഇതൊക്കെ കൊണ്ട് പിന്നെ പതുക്കെ ഒരു ഡിപ്രഷനിലേക്ക് അങ്ങ് പോകുന്നതാണ്. പക്ഷേ ചില ബാധാദോഷങ്ങളെ ആവാഹിച്ച് വിടുന്ന പ്രത്യേകതരം കൂടോത്രമുണ്ട്. അതിനകത്ത് മാരണമുണ്ട്, ബന്ധനമുണ്ട്, അങ്ങനെ പല രീതിയിലാണ്. ഗൂഢപത്രം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ബാധാദോഷങ്ങളെ ആവാഹിച്ച് മറ്റൊരാളുടെ ശരീരത്തേക്ക് അയക്കുന്ന മുൻപ് മരിച്ചു പോയ ആൾക്കാരുടെ ബാധാദോഷങ്ങൾ, മാനസിക രോഗികളുടെ ആത്മാവിനെ ആവാഹിച്ച് വിടുന്നവരുണ്ട്. കൊച്ചു കുട്ടികളിൽ പോലും ആവാഹിച്ച് വിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ജീവിതങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൊച്ചു കുട്ടികൾ പോലും പരീക്ഷ എഴുതാൻ പറ്റാതെ വിഷമിച്ച് വെപ്രാളപ്പെട്ട്, അവർക്ക് മിക്ക സമയവും ആങ്സൈറ്റി ആയിരിക്കും. അവർ നമ്മൾ ഈ അന്യൻ സിനിമയെ കാണുന്ന പോലൊക്കെ ഓരോ ശരീരത്തൊക്കെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ സ്വഭാവങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ്, അവർ തന്നെ, ഈ കുട്ടികൾ തന്നെ ഈ ഇത് ചെയ്തത് ആരാണെന്ന് അവരുടെ ശരീരത്ത് വരുന്ന ബാധകൾ തന്നെ പറയും, ഇന്ന ആളാണ് ഇത് ഈ ശരീരത്തിലേക്ക് എന്നെ ജപിച്ച് വിട്ടതെന്ന് പറയുന്ന സംഭവങ്ങൾ വരെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അറിവിലുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ അച്ഛനമ്മമാർ കൊച്ചിനെയും കൊണ്ട് അവിടെ ചെന്ന് ചോദിക്കുമ്പം അവർ പറയാതെ ഞങ്ങളാ ചെയ്തത്, നിങ്ങൾ വേറൊരാളെ കൊണ്ടുതരൂ, കുറച്ച് പൈസയും കൂടെ കൊണ്ടുതരും, അപ്പം ഞങ്ങളത് ഇങ്ങോട്ട് മാറ്റിത്തരാം എന്നൊക്കെ പറയുന്ന ദുർമന്ത്രവാദികളും ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ തന്നെ അവരും ജീവിക്കുന്ന സ്ഥലമാണ്, നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സിലായില്ലേ? പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കതുകൊണ്ട് ഒന്നും ആരിന്നത് ചെയ്യും, ആരിന്നത് ചെയ്യൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ പേര്, ബാധിച്ചവരുടെ പേരൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, അത് പറയുന്നത് നമ്മുടെ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ രഹസ്യമാണ്. പല ആൾക്കാരും വന്ന് അവരുടെ ലൈഫ് ഹിസ്റ്ററിയാണ് പറയുന്നത്, ജീവചരിത്രമാണ് പറയുന്നത്. ഒരു ജാതകം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജീവിത ചരിത്രമാണ്. അപ്പോൾ അതുപോലും നമ്മൾ ഒരാളുടെ മുമ്പിലല്ലാതെ വേറൊരാളുടെ, ഇപ്പം എൻ്റെ ജാതകമാണത് ആണെങ്കിൽ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ മാത്രമേ അറിയാൻ പാടുള്ളൂ. അല്ലാതെ എൻ്റെ ബ്രദറിനോ സിസ്റ്ററിനോ പോലും 100% കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല.
പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യമായിട്ട് വന്ന് എന്തെങ്കിലും ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യാനോ, ഒരാൾക്ക് സുഖമില്ലാണ്ട് കിടക്കുന്ന ഈ ജാതകം നോക്കി ഒരു പരിഹാരം ചെയ്യണം എന്ന് പറയുമ്പം അതിൻ്റെ പരിഹാരം മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. ആ ജാതകത്തിനകത്തുള്ള ദോഷവും ഗുണവും പറഞ്ഞു കൊടുക്കത്തില്ല. പൊരുത്തം നോക്കാൻ വരുമ്പോൾ ചിലത് മാനസിക രോഗം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള ജാതകമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതെടുത്ത് മാറ്റി വയ്ക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പെങ്കൊച്ചിൻ്റെ വീട്ടുകാരോടോ പയ്യൻ്റെ വീട്ടുകാരോടോ പറയാൻ പറ്റുമോ അയ്യോ ഈ ആളിന് മാനസിക രോഗം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ കല്യാണം കഴിച്ച് ജീവിക്കണ്ടേ. അതുകൊണ്ട് പിന്നെ ദീർഘായുർ യോഗം ഉണ്ടോയെന്ന് വിവാഹം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കണ്ടേ. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തേ അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതൊന്നും നോക്കാതെയാണ് വിവാഹം. പൊരുത്തം, എന്നിട്ട് പൊരുത്തത്തിനെ കുറ്റവും പറയും. പൊരുത്തം അതൊന്നുമല്ല, പൊരുത്തം വേറൊരു സബ്ജക്റ്റ്, അത് വലിയൊരു സബ്ജക്റ്റാണ് ഇതുപോലെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടവർക്ക്, മനസ്സിലാക്കാവുന്നവർക്ക്, നമുക്ക് ചുറ്റിനുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ പങ്കാളിയുടെ അടുത്ത് ഏറ്റവും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ചേഞ്ച് വരിക, പിന്നെ ഇവിടെ ഈ ലോകത്തിലൊന്നും അല്ലാത്ത പോലെ മുറി അടച്ചകത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതെന്തോ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നു. ഡ്യുവൽ പേഴ്സണാലിറ്റി, ബാധ കൂടി കഴിഞ്ഞാൽ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. പിന്നെ ഈ ഒരു ബാധ കൂടി കഴിഞ്ഞതിൻ്റെ പുറകെ പല പല ബാധകൾ കൂടും. അതാകുമ്പോഴത്തേക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ല, അതിനൊക്കെ അപ്പുറം അങ്ങ് പോകും, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആവും. ഈ ഗർഭിണിയായ സ്ത്രീ ഇതുപോലെ പ്രേതബാധയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും ബാധിക്കുമോ? ഉള്ളിലുള്ള കുഞ്ഞിനെ, കുട്ടികളെയും ബാധിക്കാം, മാനസികമായിട്ട് ബാധിക്കാം. കാരണം അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞുങ്ങളെ ബാധിക്കും, ശാരീരികാവസ്ഥയും ബാധിക്കും. ഫുഡൊക്കെ കഴിക്കേണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പലർക്കും ഫുഡൊന്നും വേണ്ടി വരത്തില്ല. ഭയങ്കര പവറായിരിക്കും, സാധാരണ ഒരു മനുഷ്യൻ്റെ പവറായിരിക്കത്തില്ല. അവർ ഒരു സമയത്ത് നോർമലായിട്ട് പെരുമാറി അടുത്ത നിമിഷം അബ്നോർമലായിട്ട് പെരുമാറും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഗർഭിണികളൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇരുമ്പിൻ്റെ കഷ്ണം കയ്യിൽ കരുതണം എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ട്. അതുപോലെ തന്നെ ഗർഭരക്ഷാ യന്ത്രമുണ്ട്, അത് ആ ഏലസ് ധരിക്കണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാവാതിരിക്കാനും ഒരു അമ്മയ്ക്കും, അമ്മയുടെ ആരോഗ്യം പ്രാധാന്യമാണല്ലോ. അതുപോലെ ഫിറ്റ്സ് വരുന്നത് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതിരുന്ന 18 വയസ്സിലും 19 വയസ്സിൽ വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് 19ാമത്തെ വയസ്സിൽ ഫിറ്റ്സ് വന്നവരുണ്ട്. അത് ആ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചുപോയവരുടെ ആത്മാക്കൾ സന്നിവേശം ചെയ്യുമ്പോഴും ഫിറ്റ്സ് വരും. മെയിനായിട്ടും ബാധ സന്നിവേശം വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ബോധക്ഷയം ഉണ്ടാകുക, ഫിറ്റ്സ് വരിക. പിന്നെ ഇന്ന് വരെ നമുക്ക് കഴിച്ചിട്ടില്ലാത്ത ഫുഡിനോട്, ഇതുവരെ നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് വെച്ചോ, എങ്കിൽ അടുത്ത നിമിഷം തൊട്ട് നമുക്ക് നോൺ വെജ് വേണം എന്നുള്ള ചിന്തകളുണ്ടാവുക, നോൺ വെജിനോട് അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടാവുക. പിന്നെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം അവർ നോൺ വെജ് എല്ലാം കഴിച്ച് നല്ല ഇതായിട്ട് ജീവിച്ചവരായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവർക്ക് പിന്നെ വെജിറ്റേറിയൻ മതി, ഇടയ്ക്കിടയ്ക്ക് കുളിക്കുക, ഒരുങ്ങുക, ഭസ്മക്കുറി ഇടുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചേഞ്ചസ് കാണിക്കുക. ഇതൊക്കെ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ മെയിനായിട്ടും ബാധാദോഷങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരിക്കൽ ബ്ലാക്ക് മാജിക് ഏറ്റു, കൂടോത്രം വന്നു, അത് തിരിച്ചറിഞ്ഞു, അത് പൂർണ്ണമായിട്ടും പൂജ ചെയ്തു, മരുന്നും മന്ത്രമൊക്കെ കൊണ്ട് മാറ്റിയെന്ന് വെച്ചോ. അത് കഴിഞ്ഞ് ആ വ്യക്തിക്ക് തന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസം 2 മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും കിട്ടുന്നു. അങ്ങനെ നിരന്തരം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു, മാറ്റുന്നു, കിട്ടുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒരു നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? അവർക്ക് എങ്ങനെയാണ് അത് വീണ് പോവാതെ അല്ലെങ്കിൽ ജീവിതം നശിച്ചു പോവാതെ അവർക്ക് എന്ന് പൂർണ്ണമായിട്ട് ഇതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നേടി തിരിച്ച് അവർക്ക് ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമോ? അതായത് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കൈവിഷം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം ചോദിച്ചത്. അപ്പം ഈ കൈവിഷം ഏറ്റുകഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും, മാനസിക രോഗത്തിലേക്ക് തന്നെ അത് അവസാനം അത് മാനസിക രോഗത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ്. ആദ്യം തന്നെ മെൻ്റലി ആബ്സെൻ്റ് ആവുക, ഒറ്റപ്പെടാനായിട്ട് ഉള്ള തീരുമാനങ്ങളുണ്ടാവുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇത് നമ്മൾ അറിഞ്ഞിട്ട് അതെന്താണെന്ന് കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം, ഛർദിലാണ് മെയിനായിട്ടുള്ള പരിഹാരം. അതിൻ്റെ കൂടെ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച ചില സാധനങ്ങൾ അകത്ത് കൊടുക്കുക, ഇതൊക്കെ അതിൻ്റെ പരിഹാരമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് മെയിനായിട്ട് നമ്മൾ വെറുതെ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി ഛർദ്ദിച്ചിട്ടൊന്നും ഇതിനൊന്നും ഒരു റിസൾട്ടും ഉണ്ടാവാനേ പോണില്ല. ഇതിന് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ തിരുവിഴ തന്നെ പോയി ഛർദ്ദിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പഞ്ചഗവ്യം കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ചില പ്രത്യേക രീതിയിലുള്ള ഏലസുകൾ പ്രത്യേക രീതിയിൽ ധരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ വരുന്നവരടുത്ത് പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നുള്ള ഫുഡല്ല. പല വീടുകളിൽ ഇത്രയും ദിവസം നിങ്ങൾ എവിടെ പോയി ഫുഡ് കഴിച്ചു, എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് ആദ്യം തന്നെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് ഇത് വയറ്റി കിട്ടിയതെന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും.
നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കവടി വാരി വെക്കുന്നതും ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും ഇന്ന രീതിയിലാണ് നമ്മൾ ആളിന് ചില ആൾക്കാർ ചോദിക്കും, ആളിനെ പറയാമോ എന്ന് ചോദിക്കും. 99% പറയത്തില്ല, കാരണം ശത്രുതയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില സമയങ്ങളിൽ ആളിനെ നിശ്ചയിക്കുന്ന പേര് പറയത്തില്ല, ആളിൻ്റെ രൂപം പറയും. അപ്പോൾ അവർക്കേ അറിയാവുള്ളൂ അവരുടെ ബന്ധുക്കളിൽ ആരാണോ. അതെ 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 അപ്പോൾ അവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ബന്ധുക്കൾ പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ലക്ഷണങ്ങളും ഓരോ രാശിക്ക് ഓരോ ലക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അവർ പറയാം ഇന്ന ആളാണ്, അയാളെ തന്നെയാണ് എനിക്ക് സംശയം എന്ന് പറയും. അപ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക, ആ വ്യക്തിയായിട്ടുള്ള സാമീപ്യം ഒഴിവാക്കുക.